റംദാൻ. അപ്പൊ എല്ലാവരും തിരിച്ചു വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പറയാനൊരു പുതിയ കാര്യം ഞങ്ങളുടെ SMS കോൺടെസ്റ്റിനെ കുറിച്ചാണ്. ഞങ്ങളുടെ SMS കോൺടെസ്റ്റിലെ ഉത്തരം നിങ്ങൾക്ക് നാളെ 7 PM വരെ അയക്കാവുന്നതാണ് ആൻസേഴ്സ്. നാളത്തെ എപ്പിസോഡിന്റെ തുടക്കം ഞങ്ങൾ വിന്നറെ പറയുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേര് എന്താണെന്നാണ്. ഞങ്ങൾ നമ്പറായ 3939 SMS ചെയ്യുക. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. അപ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, സലാമലൈക്കും. വലൈക്കും സലാം. ഓ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് എനർജി. ഉഷാറായിട്ടാണോ? ആ പേരൊന്ന് പറഞ്ഞോളൂ. ഷിഹാം ചാലിയം. ഷിഹാബ് ശാലിയം. ആദ്യമായിട്ട് വിളിക്കണയാണോ ഷിഹാം? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എവിടെയാണ് ഷിഹാബ് വിളിക്കണേ? ഞാൻ അബുദാബിന്ന്. അബുദാബിന്ന്. നല്ല എനർജി. എന്തെന്ന് കഴിച്ചേ? ഞങ്ങളോട് സീക്രട്ട് പറയോ? എന്ത് സീക്രട്ട് പറയുന്നത്? എന്താ കഴിച്ചെന്ന് എനർജിക്ക്? ഇന്ന് നല്ല ചിക്കൻ ബിരിയാണി അടിച്ച്. ഓ, അപ്പൊ എല്ലാ ദിവസവും ഇത് കഴിച്ചിട്ട് വിളിക്കട്ടോ. എല്ലാ ദിവസവും ഇത് കഴിച്ചിട്ട് വിളിക്കുക. നല്ല എനർജി. ആരൊക്കെയാണ് ഈ കൂടെ ഉള്ളത് എനർജി തരാനായിട്ട്? ഇവിടെ എന്റെ കൂടെ ഷെഫീഖ്, നൗഫല്, ജവാദ്, മുഫാസ്, റാഷിദ്, ഖാലിദ്, പിന്നെ വന്നിട്ട് ഷാജി. ഇവരൊക്കെ കഴിഞ്ഞിട്ടില്ല നൂറ്, പിന്നെ അങ്ങനെ ഒരുപാട് പേര്. എല്ലാവരോടും ഞങ്ങളുടെ സലാം. എല്ലാവരും ഒരു നാട്ടിലെ ആൾക്കാരാണോ? അതെ, ഞങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ അവിടെ തന്നെ നിക്കാൻ പറയാട്ടോ, ഓടിപ്പോവാണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങൾ ഈ പ്രൈസ് ആയിട്ടേ പോവുള്ളൂ. ഇത് വാക്കാണ്, ഞങ്ങൾ ഈ പ്രൈസ് ആയിട്ടേ പോവുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കും. ഏത് സൂറത്തിലാണ് 2 ബിസ്മി ഉള്ളത്? അതെ, ഒരു മിനിറ്റ്. വേഗം ആയിക്കോട്ടെ, ഒരു മിനിറ്റ് കേട്ടോ, വേഗം ആയിക്കോട്ടെ. ഒരു വലിയ ബറ്റാലിയൻ തന്നെ ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരു മിനിറ്റ് ഇല്ല, കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. ആരാത് പറഞ്ഞ? നൗഷാദ അല്ല, ഇത് ഖാലിദ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്ത ആൾക്ക്. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചതാട്ടോ, രണ്ടുപേരും തെറ്റിച്ചു. അപ്പൊ ഈ ആള് പറയണ അതിന്റെ കറക്റ്റ് ആൻസർ. ചലഞ്ച് ആണോ? ഓവർ കോൺഫിഡൻസ് ആണല്ലേ? പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ആദ്യമായി ഖുർആൻ അവതരിച്ച് കിട്ടിയത് ഏത് ദിവസമാണ്? എളുപ്പമുള്ള ഇത് പറയുമെന്ന് ഞാൻ നോക്കട്ടെ. ഓപ്ഷൻ വേണോ? വേണ്ട. ഓക്കെ, അവിടെ ആള് പോയി കഴിഞ്ഞു ഫോണൊക്കെ വിട്ട് ചോദിക്കാനായിട്ട്. ഓപ്ഷൻ കേൾക്കണ്ട. ഞാൻ ചോദിക്കണത് ഏത് ദിവസമാണ്? ഞാൻ ഓപ്ഷൻസ് തരട്ടെ. ഫ്രൈഡേ, സാറ്റർഡേ, മൺഡേ, വെനസ്ഡേ. മൺഡേ ഉണ്ട് ഓപ്ഷനില്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂട്ടോ ഷിഹാബക്ക, അല്ലെങ്കിൽ കോള് ഡ്രോപ്പ് ആവും. ഷിഹാബക്ക എക്സൈറ്റ്മെന്റില് കോള് ഡ്രോപ്പ് ആക്കല്ലേ, വോളിയം കുറയ്ക്കൂ. ഫുൾ ഒച്ചയും വേളം ഇവിടെ. ടിവിയുടെ വോളിയം ക്ലൂ അല്ലല്ലോ, ഫ്രൈഡേ എടുത്ത് കളഞ്ഞു ഞങ്ങള്. അപാര ബുദ്ധിയാണ് കേട്ടോ. അപ്പൊ 3 ഓപ്ഷൻ ആയി 50-50 പോലെ. സാറ്റർഡേ, മൺഡേ, വെനസ്ഡേ. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഫ്രൈഡേ എടുത്ത് കളഞ്ഞു. നിങ്ങൾ അതിൽ നിന്ന് ഒരു ഓപ്ഷനും കൂടി ഒഴിവാക്കി തരണം. വെനസ്ഡേ കളഞ്ഞു. ഇനി സാറ്റർഡേ, മൺഡേ ഒരെണ്ണം പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഉറപ്പിച്ചൊന്നും ചോദിക്കൂല. മൺഡേ കൺഫേംഡ്. മൺഡേ താങ്ക് യു. വെൽക്കം. പിന്നെ മൺഡേ കൺഫേംഡ് ആണെങ്കിൽ ഒരെണ്ണം കട്ട് ചെയ്യാൻ പറഞ്ഞ എന്തിനാ? അല്ല, ഞങ്ങളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. നമ്മള് ടെസ്റ്റ് ആണല്ലേ? അപ്പൊ അടുത്ത ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാം കേട്ടാ. അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് വനിതയുടെ പേരാണ് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യനാ, തേർഡ് ക്വസ്റ്റ്യൻ. അതന്നെ പറ. ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞത് പറ. ഉത്തരം പറയൂ.
അവിടെ ഞങ്ങൾക്ക് കേൾക്കാതെ കേൾക്കാം ഉത്തരം. ചെവി കേട്ടില്ലേ? ആ പറഞ്ഞോ. ആ ശരി ഉത്തരാണോ? പറഞ്ഞോളൂ ഞങ്ങളുടെ ഉത്തരം ഏതാന്ന് വെച്ചാല് ഞങ്ങളുടെ സാധനം കേട്ടു, അത് പറയാൻ ഞങ്ങൾ പറഞ്ഞു. ഇനി വേണേ പറയാം. നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ പറഞ്ഞല്ലോ മറിയോ. അതെ അതെ, correct ആണ്. അതല്ലേ പറഞ്ഞോളൂ അതല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. Congratulations. ഉത്തരം ശരിയല്ലേ? ശരിയാണല്ലോ. മറിയം ബീവിനെ കുറിച്ചാണ് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും തെറ്റുത്തരം പറയൂന്ന് പറയോ? വെൽക്കം. ഇല്ല താങ്ക് യു ഷിയാബുക്ക വിന്നർ ആവുകയാണെങ്കിൽ കിട്ടുക ബോൺ വോയിസിന്റെ ഒരു അടിപൊളി ട്രാവൽ ബാഗ് ആയിരിക്കും. കൂടി കോമ്പറ്റീഷൻ വേറെ കളറും. അതെ, ഒരാളും കൂടി 3 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വരെ കണ്ടിരിക്കാട്ടോ ലോട്ടിൽ ആരെ ജയിക്കാന്ന്. അങ്ങനെ വേറെ ആള് പറഞ്ഞിട്ടുണ്ടോ? 3 പറഞ്ഞിട്ടുണ്ട്. വേണ്ട, 4ാമത്തെ ഒരു ചോദ്യം ചോദിച്ചോ. കേട്ടോ, ഞങ്ങൾ ഫോർമാറ്റ് മാറ്റി പോയല്ലോ ഇക്ക. എന്ത് ചെയ്യാനാ? കുറെ പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. സാരില്ല ഇനി നിങ്ങളെവിടെ നാട്ടില്? ഞങ്ങള് എറണാകുളം. എറണാകുളം. നിങ്ങള് ഏർത്തിയാണോ? അതെ. ഞങ്ങളെ ഫ്ലാറ്റിൽ ഒരുപാട് പേര് കല്യാണം നോക്കുന്നവരുണ്ട്. നിങ്ങൾ ആരെങ്കിലും മാരീഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എഡ്യൂക്കേറ്റഡ്, ഗുഡ് ജോബ് എല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് സമ്മാനം കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രോപ്പ് ആയി തോന്നുന്നു. ഷിയാബുക്ക 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകി. കൂടാതെ ഒരു എന്തായിരുന്നു പേര്? ഹനാൻ. ഹനാനും 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകി. വിന്നർ ആവുകയാണെങ്കിൽ കിട്ടുക ബോൺ വോയിസിന്റെ ട്രാവൽ ബാഗ് ആണ്. ഓക്കെ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദിയത് റംദാൻ. ഹലോ ഓക്കെ പറഞ്ഞു. പേരെന്താ? ജീല ഷാഹിദ്. കേൾക്കുന്നില്ല. എന്താ? ജീന. ജീന. ടീന. സ്പെല്ലിംഗ് എന്താ? ജീല. ജീല. അതെ, ജീല. ജീല എന്ത് ചെയ്യണു? വളരെ റെയർ നെയിം. ഓക്കെ, ജീല കാണാൻ സുന്ദരിയാണല്ലോ. ജീന എവിടുന്നാ വിളിക്കണേ? ഞാൻ ദുബായിന്നാ. ഷാർജന്ന്. നോമ്പുറക്ക് സ്പെഷ്യലൊക്കെ കഴിച്ചോ? കഴിച്ചു. ജീല നാട്ടിലെവിടെയാ? നാട്ടില് കാലിക്കറ്റ്. എന്ത് ചെയ്യണു? ഞാൻ ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. പ്രോഗ്രാം ഇന്നലെ കണ്ടിരുന്നോ? ഇന്ന് പ്രത്യേകത ഉണ്ട്. ഇന്ന് 3 ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞാ മതി. ഓക്കെ, ആരാ ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉള്ളത്? ആരെയും കാണുന്നില്ലല്ലോ. കൂടെ ഹസ്ബൻഡ് ഉണ്ട്. കൂടെ ഹസ്ബൻഡ് ഉണ്ടല്ലേ? വിളിച്ചിരിക്കാൻ തോന്നുന്നല്ലേ ടിവിയിൽ വരാതെ? ആൻസർ നോക്കാൻ റെഡി ആയിട്ട് ഇരിക്കാന്നാ തോന്നണേ അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ പിതാവിന്റെ പേര് എന്താണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവിന്റെ പേരെന്താണ്? പിതാവിന്റെ പേര് ഓപ്ഷൻസ് തരാം. ഓക്കെ, പറഞ്ഞോളൂ. എ അബു അത്തീഖ്, ബി അബു ഖൈർ, സി അബു കഹഫ. ഒന്നുകൂടി പറയോ, കേൾക്കുന്നില്ല. എ അബു അത്തീഖ്. അബു അത്തീഖ്, ATIQ. അബു അത്തീഖ്. ഓക്കെ. ബി അബു ഖൈർ. അബു ഖൈർ. സി അബു കഹഫ. അബു കഹഫ. കഹഫ. സോറി, ഒന്നുകൂടി പറയോ. അബു അബു അത്തീഖ്, അബു ഖൈർ, അബു കഹഫ. അബു കഹഫ. ഒരെണ്ണം ചിന്തിച്ചിട്ട് പറയൂ. ഭയങ്കര വിഷമം കാണുന്നു. അത്രയ്ക്ക് ടഫ് അല്ല. ഹലോ, അബു ഖൈറാണോ? ഏതാ? ആലോചിച്ചിട്ട് പറ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ആലോചിച്ചിട്ട് പറ. ഹസ്ബൻഡ് എവിടെ? ചിന്തിച്ചിട്ട് ഓടിപ്പോയോ? ഹസ്ബൻഡ് ഓടിപ്പോയോ? പറയല്ലേ? കറക്റ്റ് ആൻസർ പറഞ്ഞു കൊടുത്തേര്. അവിടെ ആരൊക്കെയോ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുക ചുറ്റും. ആരും നോക്കണില്ലാന്ന് തോന്നുന്നു. ആരോ വന്ന് നോക്കിട്ട് ഓടിപ്പോയല്ലോ. ഇതാരാ? ഉത്തരം പറയോ? അറിയോ ഉത്തരം? ഉത്തരം വേഗം ചിന്തിച്ചിട്ട് പറഞ്ഞോളൂ. അബു ആത്തിഖ് ആണോ, അബു ഖൈർ ആണോ, അബു കഹഫയാണോ? സെക്കൻഡ് വൺ ആണോ? സെക്കൻഡ് വൺ ആണോ? അബു ഖൈർ ആണോ പറഞ്ഞേ? അതെ, തെറ്റിപ്പോയി. ഓക്കെ. സാരില്ല, ഞങ്ങളുടെ SMS കോൺടെസ്റ്റിൽ പങ്കെടുക്കോ? ഓക്കെ, പങ്കെടുക്കാം. സ്കൈപ്പിൽ വിളിക്കൂ. ആരാണ് പുറകില് വരുന്നത് സ്ക്രീനില്?
മുസാഫിറാണ്. ഇത് സ്ക്രീൻ സേവറിൽ പേടിപ്പിക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഓടിപ്പോവാ. സാരമില്ല. ഞങ്ങളുടെ SMS പങ്കെടുക്കാൻ കൂടാതെ ഇനി ഞങ്ങളെ ലൈനിൽ വിളിക്കട്ടോ. ഇനി ഉണ്ടല്ലോ 28 ഡേയ്സ് നോമ്പില് വീണ്ടും വിളിക്കണം. വിളിക്കട്ടോ. ഓക്കെ താങ്ക് ഓക്കെ നമസ്കാരം. ഓക്കെ താങ്ക് യു. നല്ല ബ്യൂട്ടിഫുൾ ആയ കോളറാണ് വിളിച്ചത്. പക്ഷെ ജീലയാണ്. ജീല. പക്ഷെ ജീലയ്ക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർ വേഗം വിളിച്ചുകൊള്ളുക. ക്വസ്റ്റ്യൻ ഇതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ പിതാവിന്റെ പേര്. അപ്പൊ കോൾ ഉണ്ട്. ഹലോ ഹലോ. വെൽക്കം ടു ഹദീത് റംദാൻ. ഓക്കെ താങ്ക് യു. ആരാണ്? ഫാറൂഖ്. ഫാറൂഖ്. എന്താണ് ആകെ ഒരു ക്ഷീണം? ആകെ ഒരു ക്ഷീണോ? മടുത്തുപോയോ? ചെയ്യണമെന്നില്ല, ഉഷാർ തന്നെയാണ്. ഉഷാർ തന്നെയാണല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടു കാണൂല്ലോ. അപ്പൊ കേട്ടിട്ടില്ല, ഞാൻ പുറത്താണ്, നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിക്കുക. പുറത്തിരിക്കുകയാണല്ലേ. ഫാറൂഖ് വർക്ക് ചെയ്യുന്നേ? ഞാന് ഇവിടെ അബുദാബിയിലാ. നാട്ടിലെവിടെയാ? നാട്ടിലെ എടപ്പാളാണ്. എടപ്പാൾ. അപ്പൊ ഇന്ന് 3 എണ്ണം പറയാനുള്ളൂ കേട്ടോ. 3 എണ്ണം പറഞ്ഞാൽ സമ്മാനം കിട്ടും. ഓക്കെ ഓക്കെ. എളുപ്പമുള്ള ചോദിക്കണേ. ഇൻഷാല്ലാ. നേരത്തെ ചോദിച്ച കോളർ അടുത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണോ അതേ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണോ? വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ, അത് കേട്ടിട്ടില്ല. അത് കേട്ടിട്ടില്ല. ഓക്കെ ക്വസ്റ്റ്യൻ ഇതാട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഖുറാനിൽ എത്ര സൂറത്തുകളാണ് ബിസ്മി വെച്ച് തുടങ്ങുന്നത്? ഖുറാനില് എത്ര സൂറത്താണ് ബിസ്മി വെച്ച് തുടങ്ങുന്നത്? ബിസ്മി വെച്ച് തുടങ്ങുന്നല്ലേ? എത്ര സൂറത്തുകളാണ്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് 114, 113, 110. 3 ഓപ്ഷൻസ് ഉണ്ട്. എത്ര സൂറത്തുകളാണ് ബിസ്മി വെച്ച് തുടങ്ങുന്നത്? ശ്രദ്ധിച്ചോളൂ, ബിസ്മി വെച്ച് തുടങ്ങുന്നത്. സഹായിക്കാൻ ആരും ഇല്ലേ? ഒറ്റയ്ക്കാണോ പുറത്ത്? ഹലോ ഹലോ, പോയോ? ഇല്ലില്ല, പോയില്ല. ഒറ്റയ്ക്ക് ആലോചിക്കണോ? ബിസ്മി വെച്ച് തുടങ്ങുന്ന സൂറത്താട്ടോ. മൊത്തം സൂറത്തുകളല്ല, ബിസ്മി വെച്ച് ഉള്ളൂ. ഞാന് ഓപ്ഷൻസ് കേട്ടില്ലേ? ഏതാ? ആലോചിക്കണം. ആലോചിക്കോ. സെക്കൻഡ്സ് ഉള്ളൂ. 1, വേഗം. 3, കേട്ട് എന്താ? 4. കേട്ടു. ഓക്കെ. കേട്ടു. 113. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കൂ. ഇത് ഭയങ്കര ഈസിയായ ക്വസ്റ്റ്യനാ. ഓക്കെ. ആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെ ഉള്ളവരോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറത്താന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുവാണോ ഇടയ്ക്കിടയ്ക്ക്? ആരെ ആയിക്കോട്ടെ, പോയി. ചോദിക്കട്ടെ ചോദ്യം. ടിവിയുടെ വോളിയം ചോദിച്ചോ. ഫറൂഖിന്റെ ടിവിയുടെ വോളിയം കുറയ്ക്കൂട്ടോ. ചോദിച്ചു. ഓക്കെ. അപ്പൊ രഹസ്യമായി ഇസ്ലാം പ്രചരിപ്പിച്ചത് എത്ര വർഷമാണ്? ഓപ്ഷൻ 3 വർഷം, 6 വർഷം, 4 വർഷം. 3 വർഷം. 3 വർഷം കറക്റ്റ് ആണ്. ഇതെങ്ങനെ സ്പീഡില് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞോ. എന്താ? ഞാൻ പഠിച്ചു പറഞ്ഞതാണത്. പഠിച്ചു പറഞ്ഞല്ലേ? മാഷാ അല്ലാഹ്. ഇത് രണ്ടാമത്തെ ചോദ്യമല്ലേ? ആയിക്കോട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ലോഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ലോകത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ലോഹം എന്ന് വെച്ചാൽ അറിയാലോ, മെറ്റൽ. ലോഹത്തിന്റെ ലോഹത്തിന്റെ പേരില് അറിയപ്പെടുന്ന സൂറത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സൂറത്തിന്റെ പേര് ഈ ലോഹത്തിന്റെ പേരാണ്. ഇരുമ്പാണ് അർത്ഥം വരിക. ക്ലൂ. അതിന്റെ ഓപ്ഷൻ ഒന്ന് പറയാം. ഓപ്ഷൻ ക്ലൂ തന്നു ഞാൻ. ഇരുമ്പാണെന്ന് അർത്ഥം വരുന്നത് സൂറത്തിന്റെ പേര്. ലോഹം ഇരുമ്പാണ്. ഇരുമ്പിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. ഇരുമ്പിന്റെ പേര് ഇരുമ്പെന്നാണ് അർത്ഥം വരുന്നത് ആ സൂറത്തിന്റെ പേരിന്. എവിടെയാണ് ആലോചിക്കാൻ പോയത്? ആള് പോയോ? അതെ, ഞാൻ ആലോചിക്കട്ടെ. ഓപ്ഷൻ ഇല്ലേ? ക്ലൂ തന്നില്ലേ? ഓപ്ഷൻ കിട്ടാണെങ്കിൽ കുറെ കൂടി എളുപ്പമാവും. ലാസ്റ്റ് ക്വസ്റ്റ്യനാ. ഓക്കെ. ഓപ്ഷൻസ് തരാന്നാ. ഓപ്ഷൻ പറയും. സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ മുജാദില, സൂറത്തുൽ ഹദീദ്. ഒത്തിരി പേരിന് അവിടെ ഹെൽപ്പ് ചെയ്യാൻ. ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഒച്ചയാണോ കേൾക്കുന്നത്? ഓക്കെ. ഏതാ സൂറത്ത് പറഞ്ഞ? അൻഫാൽ എന്ന് പറഞ്ഞു ഞാൻ, മുജാദില പറഞ്ഞു, ഹദീദ് പറഞ്ഞു. 3 ഓപ്ഷൻസ് തന്നു. ഹദീദ് കറക്റ്റ് ആൻസർ ആണ്.
ഓക്കെ ഓക്കെ അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ 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 ആക്ച്വലി ഞങ്ങൾക്ക് 3 പേരുണ്ട്, 3 പറഞ്ഞവര്. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം എൻഡില് ഇപ്പൊ പുറത്തല്ലാന്ന് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. കൂടെ ഉള്ള ആൾക്കാരെ ഇപ്പൊ അകത്തേക്ക് വന്ന കൈയടിക്കാൻ വന്നവനാളുണ്ട് ഞങ്ങൾ സലാം അവരോടൊക്കെ പറയാട്ടോ. എല്ലാവരോടും സലാം പറഞ്ഞില്ല. അസ്സലാമു അലൈക്കും. നിങ്ങൾക്കും ഓക്കെ താങ്ക് യു. അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം ഇവിടെ. പ്രോഗ്രാമിന്റെ ലാസ്റ്റ് വരെ കാണാട്ടോ ഞങ്ങൾ ചൂസ് ചെയ്ത വിന്നറെ. കിട്ടിയില്ലെങ്കിൽ ആരും സങ്കടപ്പെടരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3 എണ്ണത്തിന് കറക്റ്റ് ആൻസർ നൽകിയല്ലോ. അപ്പൊ നമുക്കിന്ന് 3 പേരാണ് 3 കറക്റ്റ് ആൻസർ നൽകിയിരിക്കുന്നത്. ഹനാൻ, ഫറൂഖ്, ഷിഹാബ്. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ലോട്ട് ഇടുന്നതായിരിക്കും. വിന്നറിന് കിട്ടുക ബോൺ വേജിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ഞങ്ങളുടെ SMS ആരും മറന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ SMS ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ നൽകുന്ന ഒരു അടിപൊളി എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പ് ആണ്. ഞങ്ങളുടെ നമ്പർ അറിയാലോ, 3939. ഇനി കൂടുതൽ പോകുന്നതിന് മുമ്പായി നമുക്കൊരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോകാം.